നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്റർ പഠിച്ചു. അതിലെ തിയറി പാർട്സ് പറഞ്ഞു ഞാൻ. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള എക്സസൈസ് ചെയ്തു. ഞാൻ ആദ്യം ചെയ്തിരുന്നത് തിയറി പാർട്സിനായിട്ടൊരു സെക്ഷനും എക്സസൈസ് വേറൊരു സെക്ഷനുമായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് തിയറി ഫസ്റ്റ് അതിൻ്റെ തിയറി പറയാം, അതിൻ്റെ എക്സസൈസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റിൻ്റെ തിയറി പറയാം, അതിൻ്റെ എക്സസൈസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇതിനാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് നമുക്ക് വരുത്താം. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയലിലേക്ക് പോകാം. എന്താണ് പോളിനോമിയൽ? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ കുറേ ടേംസ് ആണ്. അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ax² + bx + c അങ്ങനെയുള്ളത് ഓരോ എക്സ്പ്രഷൻസ് ആണ്. ആ എക്സ്പ്രഷൻസിൻ്റെ കുറേ ടേംസ് കൂടിയതാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. പോളി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മെനി എന്നുള്ളർത്ഥം. പോളിമർ, നമ്മൾ കെമിസ്ട്രിയിൽ പോളിമർ പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ പോളിനോമിയൽ. പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം. അപ്പോൾ പോളിനോമിയലിന് എന്താണ്? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ദ ടേംസ് ആണ്. ഓക്കെ, ദ ടേംസ് ഓഫ് എന്താണ്? ചെയിൻ ഓഫ് ടേംസ് ആണ്. കുറേ ടേംസിൻ്റെ ചെയിനുകൾ, അതാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി പോളിനോമിയലിൻ്റെ ഫോം എന്താ? p(x) എന്ന് പറയുന്നത് a(n)(x)n plus a(n−1) x(n−1) plus a(2)(x)2 plus ax plus a0. ഇത്രയും ഇങ്ങനെയുള്ള ലോങ് ചെയിനാണ് എന്തെന്ന് പറയുന്നത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി പോളിനോമിയലിൽ ഈ a(n−1) a2 a0 ഇതൊക്കെ എന്ന് പറയുന്നത് കോയിഫിഷ്യൻസ് ആണ്. എന്ത്? പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് ആണ് a0 a1 a2 എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ x(n) x(n−1) n(n−1) അതൊക്കെ എന്താണ്? പോളിനോമിയലിൻ്റെ ഡിഗ്രിയാണ്. എന്താണ് പോളിനോമിയലിനെ? ഇതിൻ്റെ ടേംസ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്ന് അതായത് 4 തരത്തിലുള്ള പോളിനോമിയലാണ് ഉള്ളത്. ഒന്നെന്താണ്? മോണോമിയൽ. മോണോമിയൽ എന്ന് പറയുന്നത് മോണോമിയൽ കണ്ടെയ്നിങ് ഓൺലി വൺ ടേം, ഒരൊറ്റ ടേം കണ്ടെയ്ൻ ചെയ്യുന്നതാണ് മോണോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ മോണോമിയലിൻ്റെ ഫോം എന്താണ്? p(x) = ax ആണ്. ax എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേമാണ്. a എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 1ഉമാണ്. അപ്പോൾ ഈ മോണോമിയൽ എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രിക്ക് ഇതില്ല കേട്ടോ. മോണോമിയൽ ഡിഗ്രീനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടേമിന് മാത്രം. ആ ഒരൊറ്റ ടേം 2x എന്നൊരു ടേം അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞൊരു ടേം, അതാണ് മോണോമിയൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബൈനോമിയൽ? ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ ദ പോളിനോമിയൽ കണ്ടെയ്നിങ് ഓൺലി 2 ടേംസ് ആണ്. ഇപ്പോൾ p(x) എന്ന് പറയുന്നത് എന്താണ്? ax + b ആണ്. ax + bൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2x + 2 2x - 2 അതൊക്കെ വരും. ഓക്കെ, 2 ടേം 1 2 1 2 ഈ 2 ടേംസ് ഉള്ളതാണ് ബൈനോമിയൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രൈനോമിയൽ? ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ കണ്ടെയ്നിങ് ഓൺലി 3 ടേംസ് ഉള്ളതാണ് എന്ത് പറയുന്നത്? ട്രൈനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ p(x) എന്ന് പറയുന്നത് ax² + bx + c ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? 6x² + 7x + c ആണ്. അപ്പോൾ പോളിനോമിയൽ എന്താണെന്ന് പഠിച്ചല്ലോ. ഈ പോളിനോമിയലിൽ തന്നെ പോളിനോമിയലിനെ ഡിഗ്രി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിഗ്രി? എക്സിൻ്റെ പവർ, അതായത് പോളിനോമിയലിലെ വേരിയബിളിൻ്റെ പവറാണ് അതിന് ഡിഗ്രി ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഡിഗ്രി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്ത പോളിനോമിയൽ 3 എണ്ണമാണ് ഉള്ളത്. ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയ പോളിനോമിയലിനെയാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ ആയാതെ വേരിയബിൾ എക്സ് ആവാം, വൈ ആവാം, സെഡ് ആവാം, ആൽഫബറ്റ്സ് ഏതെങ്കിലും ആവാം. ആ വേരിയബിളിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് എന്താ? 4x + 5. അപ്പോൾ എക്സിൻ്റെ എന്താണ്? ഡിഗ്രി എന്താണ്? ഇവിടെ 1 ആണ്. അതുപോലെ തന്നെ 2y എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, അതിൽ y എന്ന വേരിയബിളിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ t+√2 t എന്ന വേരിയബിളിൻ്റെ ഡിഗ്രി എന്താ? 1 ആണ്. അപ്പോൾ ഇതെന്താണ്? ലീനിയർ പോളിനോമിയലാണ്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 2 ആയ പോളിനോമിയലിനെയാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി 2 ആയതിൻ്റെ എക്സാമ്പിൾ എന്താണ്? 4x² + 5. എക്സിൻ്റെ പവർ എന്താണ്? 2 ആണ്. എക്സിൻ്റെ ഡിഗ്രി 2 ആയതുകൊണ്ട് ഇതെന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതുപോലെ തന്നെ x² + 2/5. അപ്പോൾ x² എന്താണ്? എക്സിൻ്റെ സ്ക്വയർ 2 ആയതുകൊണ്ട് ഇതും എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അപ്പോൾ ഡിഗ്രി, അതായത് വേരിയബിളിൻ്റെ പവർ എന്താണോ അത് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിളിൻ്റെ പവർ 2 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. വേരിയബിളിൻ്റെ പവർ 1 ആണെങ്കിൽ അത് ലീനിയർ പോളിനോമിയലാണ്. ഇനി എന്താണ് ക്യൂബിക് പോളിനോമിയൽ? ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് 2x³ + 2x + 1. ഇതിൽ എക്സിൻ്റെ പവർ എന്താണ്? ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 3 ആണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്തെന്ന് പറയുന്നത് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് സീറോ പോളിനോമിയൽ? സീറോ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതാണ് ഡിഗ്രി ഓഫ് ദ സീറോ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോളിനോമിയലിൽ വൺ വേരിയബിൾ ആയിട്ടുള്ളതാണ് ഇപ്പോൾ പഠിക്കുന്നത്. പക്ഷെ പോളിനോമിയലിൽ തന്നെ 2 മോർ ദാൻ 2 ആയിട്ടുള്ള പോളിനോമിയൽസ് ഉണ്ട്. ഇപ്പോൾ 4x+2y + z അതൊക്കെ പറയുന്ന ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനിൽ എക്സും വൈയും സെറ്റും മൂന്നും എന്താണ് വേരിയബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ലേറ്ററിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആകെ വേരിയബിൾ ഒന്ന് വരുന്നത് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇനി നമുക്ക് എക്സസൈസ് 2.1 നോക്കാം. ഓക്കെ, എക്സസൈസ് 2.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആൻഡ് വിച്ച് ആർ നോട്ട്? സ്റ്റേറ്റ് റീസൺ ഫോർ യുവർ ആൻസർ. അപ്പോൾ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? 4x² - 3x + 7. അപ്പോൾ ഈ ആൽഫബറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സ് മാത്രമല്ല ഒരു ആൽഫബറ്റ്. അപ്പോൾ അതുകൊണ്ട് എക്സ് മാത്രമല്ല ഇത് വൺ വേരിയബിൾ പോളിനോമിയലാണ്. എന്താണ്? പോളിനോമിയൽ ഹാവ് വൺ വേരിയബിൾ ആണ്. ഇനി ഇതെന്താണ്? y² + √2. y എന്താ ഇവിടെ ഒറ്റ വേരിയബിൾ അല്ലേ? y എന്ന വേരിയബിൾ. അപ്പോൾ അതുകൊണ്ട് ഇതും വൺ വേരിയബിൾ ആണ്. ഓക്കെ, ഇനി 3√t + t √2. t എന്ന് പറയുന്നത് √t ആണ്. √t എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഹോൾ നമ്പർ അല്ല. √t എന്ന് പറയുന്നത് ഹോൾ നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഇത് നോട്ട് എ പോളിനോമിയൽ ആണ്. ഇതൊരു പോളിനോമിയൽ അല്ല. ഓക്കെ, ഇനി y + 2/y. 2/y 1/y എന്ന് പറയുന്നതും ഒരു ഹോൾ നമ്പർ അല്ല. അതുകൊണ്ട് ഇതും നോട്ട് എ പോളിനോമിയൽ ആണ്. ഇനി x⁻10 + y³ + t ആണ്. അപ്പോൾ x ഇതിലൊരു വേരിയബിൾ ആണ്, y ഇതിലൊരു വേരിയബിൾ ആണ്, ആൻഡ് t ഓൾസോ എ വേരിയബിൾ. അപ്പോൾ ഇതിൽ എത്ര വേരിയബിൾ ഉണ്ട്? 1 2 3 3 വേരിയബിൾ ഉണ്ടായതുകൊണ്ട് ഇതെന്താണ്? 3 വേരിയബിൾ ആണ്. എക്സസൈസ് 2.1ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കോഎഫിഷ്യൻറ്റ്സ് ഓഫ് x² ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിലുള്ള x²ന്റെ കോഎഫിഷ്യന്റ് പറയാനാണ്. അപ്പോൾ ഫസ്റ്റത്തത് 2 + x² + x ആണ്. x²ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? +1 ആണ്. എന്താണ്? 2 + x² + x. എക്സിന്റെ കൂടെ 1 × x² ആണ് x² എന്ന് പറയുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് 1 ആണ്. ഇനി രണ്ടാമത്തത് 2 - x² + x³ ആണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1 ആണ്. കാരണം എന്താണ്? -1 × x² ആണ് -x² എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ π/2 x² + x ആണ്. അപ്പോൾ x²ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? π/2 ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ √2x - 1. എക്സ് അല്ലോ ഇവിടെ ഉള്ളത്, ഇവിടെ x² ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ കോഎഫിഷ്യന്റ് ഉണ്ടോ? ഇല്ല, 0. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 2.1ലെ തേർഡ് ക്വസ്റ്റ്യൻ. Give one example each of binomial of degree 35 and of a monomial of degree 100. ഇപ്പോൾ ബൈനോമിയലും മോണോമിയലും. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് ഓൺലി 2 ടേംസ് ആണ്. 2 ടേംസ് ഉള്ള പോളിനോമിയലിനെയാണ് ബൈനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ബൈനോമിയലിൻ്റെ ഫോം എന്താണ്? ax + b 2 ടേംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് പറഞ്ഞത്? ബൈനോമിയലിൽ 35 എന്നാണ് പറഞ്ഞത്. അപ്പോൾ x⁻35 + 6 എന്ന് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? y⁻35 എന്തായാലും 35 വേണം നമ്മൾ. അതുപോലെ തന്നെ മോണോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ അതിന് 1 ടേം ആണുള്ളത്. ആ ടേമിൻ്റെ എക്സാമ്പിളാണ് ax എന്ന് പറഞ്ഞത്. അപ്പോൾ 8y⁻100 എന്ന് പറയാം. ഓക്കെ, എക്സസൈസ് 2.1ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ. ഓരോ പോളിനോമിയലിൻ്റെയും ഡിഗ്രി എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5x³ + 4x² + 7x ആണ്. അപ്പോൾ എക്സിൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി എന്താണ്? 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 3 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 - y². y²ൻ്റെ വൈൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. ഇനി 5t - √7. അപ്പോൾ t ആണ് ഇതിലുള്ള വേരിയബിൾ. ഈ ടീൻ്റെ വേരിയബിളിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അപ്പോൾ ഈ പോളിനോമിയൽ 1 ആണ്. നെക്സ്റ്റ് പോളിനോമിയലിൻ്റെ 3 ആണ്. 3ക്ക് എന്തെങ്കിലും വേരിയബിൾ ഉണ്ടോ? ഇല്ല. എക്സ് എന്താണ്? അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഏത് x y z അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഇല്ല. അപ്പോൾ ഇത് 0 ആണ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 2.1ലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ ഇതിന് ലീനിയറും ക്വാഡ്രാറ്റിക്കും ക്യൂബിക്കുമായിട്ട്. എന്താണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്? ഇതിൻ്റെ ഡിഗ്രി 1 ആയ പോളിനോമിയലിനാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഡിഗ്രി 2 ആയ പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്നും ഡിഗ്രി 3 ആയ പോളിനോമിയലിന് ക്യൂബിക് പോളിനോമിയൽ എന്നുമാണ് പറയുന്നത്.
അപ്പോൾ ഇതിലെ ഫസ്റ്റിൻ്റെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ എക്സിൻ്റെ ഡിഗ്രി 1. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് നമുക്ക് എക്സ് സ്ക്വയർ. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. പിന്നെ എക്സ് മൈനസ് എക്സ് ക്യൂബ്. അപ്പോൾ എക്സിൻ്റെ ക്യൂബാണ്. അപ്പോൾ എന്താ ക്യൂബിക് പോളിനോമിയൽ. വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ വൈൻ്റെത് എന്താണ് 2 ആണ്. അതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. 1 പ്ലസ് എക്സ്. 1 പ്ലസ് എക്സ് എന്താണ് ലീനിയർ പോളിനോമിയലാണ്. എക്സിൻ്റെ ഡിഗ്രി എന്താണ് ഇവിടെ 1 ആണ്. അതുപോലെ 3t. ടീൻ്റെ ഡിഗ്രി എന്താണ് 1 ആണ്. അപ്പോൾ ഇതും ലീനിയർ ആണ്. ആർ സ്ക്വയർ. ആറിൻ്റെ ഡിഗ്രി എന്താണ് 2 ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. 7x ക്യൂബ്. ക്യൂബ് എന്താണ് അപ്പോൾ എന്താണ് 3 ആയതുകൊണ്ട് ക്യൂബിക് പോളിനോമിയലാണ്. അപ്പോൾ വേരിയബിളിൻ്റെ ഡിഗ്രി ഏതാണെന്ന് നോക്കിയിട്ടാണ്, അതായത് വേരിയബിളിൻ്റെ പവർ എക്സ് വൈ ടി ആർ ഇതൊക്കെ ഇതിൻ്റെ വേരിയബിളാണ് പോളിനോമിയലിൻ്റെ. അപ്പോൾ അതിൻ്റെ ആൽഫബറ്റ്സ് ഏതായാലും നമുക്ക് സൂചിപ്പിച്ചാൽ മതി. എക്സ് തന്നെ വേണമെന്നില്ല, വൈ ആവാം, സെറ്റ് ആവാം, പി ആവാം, ടി ആവാം, ആർ ആവാം ഒക്കെ. അപ്പോൾ അതിൻ്റെ ഡിഗ്രി നോക്കിയിട്ടാണ് നമ്മൾ ക്വാഡ്രാറ്റിക്, ക്യൂബിക് ആൻഡ് ലീനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ.